റൺവീർ അലഹബാദിയ, അതായത് ബിയർ ബൈസെപ്സ് എന്ന് പറയുന്ന റൺവീർ അലഹബാദിയുടെ വലിയൊരു വിവാദം, ഇന്ത്യസ് ഗോട്ട് ലാറ്റന്റ് എന്ന് പറയുന്ന ഒരു ഷോയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലുവൻസർമാർ എല്ലാം പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് ഈ ഇന്ത്യസ് ഗോട്ട് ലാറ്റന്റ് എന്ന് പറയുന്ന ഷോയിൽ അത്യധികം അശ്ലീലമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയതിനെ തുടർന്ന് ഇയാളുടെ ഓഫീസ് മുഴുവനായി പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. കേരളത്തിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു. എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സമാനമായ രീതിയിലുള്ള ഒരു സംഭവം നടക്കുകയാണ്. കൃണാൽ കംറ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ശിവസേനയിലെ ഏക്നാഥ് ഷിൻഡെയെ വളരെ വലിയ രീതിയിൽ വിമർശിച്ചിരിക്കുകയാണ്. ഇത് സ്റ്റാൻഡപ്പ് കോമഡിയാണോ അതേ പൊളിറ്റിക്കൽ കോമഡിയാണോ എന്ന് ചോദിച്ച ജനങ്ങൾ ശിവസേനയിലെ ഏക്നാഥ് ഷിൻഡെയെ അദ്ദേഹം ഗദ്ദാർ എന്ന് പറഞ്ഞു വിമർശിച്ച ആ ഒരു ഭാഗം അടർത്തിയെടുത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചു. വലിയ വിവാദമായി. ശിവസേനയിലെ ഏക്നാഥ് ഷിൻഡെ അടക്കം അതിനോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് പോകുമെന്ന് പറയുന്നു. എന്നാൽ താൻ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ കൃണാൽ കംറ എന്ന് പറയുന്ന ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. എന്തായാലും ഈ കൃണാൽ കംറയുടെ വസതികളെല്ലാം തന്നെ പൊളിച്ചു നീക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ബുൾഡോസർ ആക്ഷൻ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ഈ വിഷയം അസ്സാം നിയമസഭയിലും വന്നിരിക്കുകയാണ്. അസ്സാം നിയമസഭയിൽ ഇത് വന്നപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ വലിയ രീതിയിലുള്ള പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചതെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കോൺഗ്രസ് പാർട്ടിയാണ് ഇത് അവിടെ ഉന്നയിച്ചത്. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ കോൺഗ്രസ് ഉന്നയിച്ചത്. എന്നാൽ അസമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇതിനെ വലിയ രീതിയിലാണ് പ്രതിരോധിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ നുമാൽ മോമിനെ കോൺഗ്രസ് അവിടെ ആക്രമിച്ചിരുന്നു. കോൺഗ്രസ് ഈ നുമാൽ മോമിനെ ആക്രമിച്ച ഈ സംഭവം ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് എന്നാണ് നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പരാമർശം ഉണ്ടായത്. നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പരാമർശം ഉണ്ടായത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആരെയും പ്രസംഗിക്കാൻ കോൺഗ്രസിന് അവകാശമില്ല. ഇന്നലെ അസം നിയമസഭയിൽ വെച്ച് അവരുടെ MLA മാർ മുതിർന്ന ആദിവാസി നേതാവായിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കറെ ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ FOEയോട് അവർ യോജിക്കുന്നില്ല എന്ന കാരണത്താൽ മാത്രമാണ് ഇത് ഉണ്ടായത് എന്നാണ് പറയുന്നത്. നിങ്ങളാണോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് എന്നാണ് കൃത്യമായി ഹിമന്ത ബിശ്വ ശർമ്മ ചോദിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ BJPയെയും ശിവസേനയും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെയും കോൺഗ്രസ് വളച്ചൊടിച്ച കുനാൽ കംറയുടെ മുംബൈയിലെ സ്റ്റാൻഡപ്പ് പ്രകടനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ഈ പരാമർശം വന്നത്. എന്തായാലും തിങ്കളാഴ്ച സഭയിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിന്റെ MLA മാർ തന്നെ മാവോയിസ്റ്റ് ശൈലിയിൽ ആക്രമിച്ചതായാണ് മോമിൻ അവകാശപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു ആദിവാസി ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്പീക്കർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റ് ശൈലിയിൽ കോൺഗ്രസ് തന്നെ ആക്രമിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഇത് വലിയ രീതിയിലുള്ള വിവാദത്തിന് അസാമിൽ തിരികൊളുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് MLA നൂറുൽ ഹുദയും മറ്റുള്ളവരും പ്രവേശന കവാടം തടഞ്ഞു നിർത്തി തന്നെ തള്ളിയിട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് മോമിൻ ഇടത് കൈയിൽ ബാൻഡേജ് കെട്ടി നിയമസഭയിൽ പ്രത്യക്ഷപ്പെട്ടു. സംഘർഷത്തിൽ പരിക്കേറ്റതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇരിക്കുന്ന വാതിലിലൂടെ അവർ ഞങ്ങളുടെ പ്രവേശനം തടയാൻ ശ്രമിച്ചു. അതൊരു ഭീകരാക്രമണം പോലെയാണ് തോന്നിയത് എന്നാണ്. നിയമസഭ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം മാവോയിസ്റ്റ് ശൈലിയിൽ തന്നെ ആക്രമിച്ചു. ഇത് കോൺഗ്രസ് പാർട്ടിയാണോ മാവോയിസ്റ്റുകളാണോ ഇടതുപക്ഷമാണോ ആസൂത്രണം ചെയ്തത് എന്ന് അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാലും ഈ വിഷയമാണ് കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ ഹിമന്ത ബിശ്വ ശർമ്മ ആയുധമാക്കി എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് അത്യധികം ഇതിൽ പ്രതിരോധത്തിലായി പോയി എന്നും നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള ഒരു നടപടി അവർക്ക് നേരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അസം നിയമസഭയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന സംവാദങ്ങളിലേക്ക് ആകത്തുകയെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.